ഹലോ കൂട്ടുകാരെ, നയനം ഭാഗം 35ലേക്ക് സ്വാഗതം. ദുർബലരായ ആ 3 മനുഷ്യർ ബോധരഹിതനായി കിടക്കുന്ന കോശിയുടെ അരികിലേക്ക് വീണുകൊണ്ട് അവർക്ക് അപ്പുറവും ഇപ്പുറവുമായി നിൽക്കുന്ന കഴുകൻ കണ്ണുകളെ ഭയത്തോടെ നോക്കി അവർ കരഞ്ഞു. അവിടെ നിന്നവർ വീടിൻ്റെ ഇരുവശത്തെ വാതിലുകളും പുറത്തേക്ക് വലിച്ചു കെട്ടിപ്പൂട്ടി കയ്യിൽ കരുതിയ മണ്ണെണ്ണ ക്യാൻ ഉയർത്തിപ്പിടിച്ചു. അതിൻ്റെ അടപ്പ് തുറന്നിരുന്നു. ഒരു തരി പോലും വെക്കാതെ എല്ലാത്തിനെയും കത്തിച്ചാമ്പലാക്കണം. ആ ചാരമാണ് എനിക്ക് വേണ്ടത്. താഴെ റോഡരികിൽ നിർത്തിയിട്ട കാറിൽ ഇരുന്നു ഈശാനി ഫോണിൽ ആരോടോ ആക്രോശിച്ചു. അവൾ ഏർപ്പാടാക്കിയ ആളുകൾ ആ ചെറിയ വീട് ലക്ഷ്യമാക്കി പടവുകൾ കയറിപ്പോയ ഇടത്തേക്ക് നോക്കിക്കൊണ്ട് അവൾ ഡ്രൈവിംഗ് സീറ്റിലേക്ക് ചാരിയിരുന്നു. ദൗത്യം പൂർത്തിയാക്കി താൻ പറഞ്ഞയച്ചവർ മടങ്ങി വരുന്ന സമയത്ത് കുടിലിനുള്ളിൽ ദേഹം പൊള്ളിപ്പിടയുന്ന ഉറ്റവരുടെ നീറ്റൽ കണ്ട് സഹിക്കാനാകാതെ സ്വയം നൊന്തുള്ള ശത്രുവിൻ്റെ ആർത്തനാദം കേൾക്കാനായി ആകാംക്ഷയോടെ അവൾ കാത്തിരുന്നു. പുറത്തുള്ള ആക്രമികൾ എന്തോ ഒന്ന് ആ വീടിൻ്റെ മുകളിലേക്ക് എറിയുന്നുണ്ടെന്ന് നയനക്ക് മനസ്സിലായി. അകത്തകപ്പെട്ടവർ ജീവന് വേണ്ടി നെട്ടോട്ടമോടി. അതിനിടയിൽ കോശിയെ ഉണർത്താനുള്ള ശ്രമവും നടക്കുന്നുണ്ട്. കോശി കണ്ണുകൾ തുറക്കാൻ ശ്രമിച്ചെങ്കിലും പൂർണ്ണമായില്ല. നേരിയ ഒരു ഞരങ്ങൽ മാത്രമാണ് അയാളിൽ നിന്നുണ്ടായ പ്രതികരണം. തലയുടെ പിൻഭാഗത്തു കൂടെ വാർന്നൊലിച്ച ചോര നിലത്ത് പടർന്നതും അവർക്കാകെ പരിഭ്രമമായി. "അപ്പച്ചാ!" നയന നിലവിളിയോടെ ഉറക്കെ വിളിച്ചു. ത്രേസ്യ കോശിയെ എഴുന്നേൽപ്പിച്ചു മടിയിലേക്ക് തലവെച്ചു. അവരുടെ സാരിയും രക്തത്തിൽ കുതിർന്നു. നയനയുടെ തോളിലേക്ക് മുഖം പൂഴ്ത്തി ഉറക്കെ കരഞ്ഞുകൊണ്ട് കുഞ്ഞുമോൾ ഇരുന്നു. പുറത്ത് നിൽക്കുന്ന അക്രമികൾ ജനലുകൾ വരെ അടച്ചു വെച്ചതിനാൽ വീടിൻ്റെ അകത്ത് കനത്ത ഇരുട്ട് വ്യാപിച്ചു. പൊട്ടിയ ഓടിൻ്റെ ഇടയിലൂടെ അകത്തേക്ക് വരുന്ന നേരിയ വെളിച്ചം മാത്രം ബാക്കി. നയന നിസ്സഹായതയോടെ അടഞ്ഞു കിടക്കുന്ന വാതിലുകളിലേക്ക് നോക്കി. തൻ്റെ അപ്പച്ചൻ്റെ രക്ഷയ്ക്ക് വേണ്ടി അവൾ ഓടിപ്പോയി ആ വാതിലിൽ ശക്തിയായി തട്ടി മുറവിളി കൂട്ടി. പെട്ടെന്ന് ആ വീടിൻ്റെ ഉള്ളിലേക്ക് എന്തോ ദ്രാവകം ഒഴുകി വരികയും അതിൻ്റെ ഒപ്പം തന്നെ തീയാളുകയും ചെയ്തു. നയന ഒരു നിമിഷം സ്തംഭിച്ചു നിന്നുപോയി. ഈ വീടിൻ്റെ അകത്ത് പൂട്ടിയിട്ട് തങ്ങളെ കത്തിയിരിക്കാനായിരുന്നു പുറത്ത് നിൽക്കുന്നവരുടെ ഉദ്ദേശമെന്ന് മനസ്സിലായ നിമിഷം അവളുടെ നെഞ്ചിലൂടെ അപായത്തിൻ്റെ വാൾ മിന്നി. ഈ ജീവിതം ഇവിടെ തീർന്നിരിക്കുന്നു. പക്ഷേ തൻ്റെ അമ്മച്ചിയെ, കുഞ്ഞുമോൾ, ജീവന് വേണ്ടി പിടയുന്ന അപ്പച്ചൻ. നയന തോറ്റുപോയേക്കാം, പക്ഷെ അത് അവളുടെ പ്രിയപ്പെട്ടവരെ കുരുതി കൊടുത്തിട്ടാകില്ല. ആ വീടിന് ചുറ്റും തീ ആളി പടർന്നുകൊണ്ടിരുന്നു. മൊബൈൽ ഫോൺ നെഞ്ചോട് ചേർത്ത് വെച്ച് ചെറിയ ഭീതിയോടെ എന്നാൽ പ്രതീക്ഷിച്ചത് നടന്നാൽ പൂവണിയാൻ പോകുന്ന ജീവിതം സ്വപ്നം കണ്ട് പുളകിതയായി ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുന്ന ഈശാനി മുമ്പിലെ ആ കാഴ്ച കണ്ട് ഞെട്ടി വിറങ്ങലിച്ചു. അർജുൻ്റെ കാർ മുമ്പിൽ വന്ന് നിൽക്കുന്നു. അതെ, അവൻ്റെ നോട്ടം തന്നിലേക്കും മുകളിലെ ആ പാറക്കല്ലിലേക്കുമാണ്. ഈശാനിയുടെ കാർ നിൽക്കുന്ന ഭാഗത്തു നിന്ന് നോക്കിയാൽ നയനയുടെ വീട് കാണില്ല. കാരണം അവളുടെ കാർ നയനയുടെ വീട് നിൽക്കുന്ന കുന്നിൻ്റെ മറവിലാണ് നിർത്തിയിട്ടുള്ളത്. എന്നാൽ അർജുൻ്റെ കാർ മറുവശമായതുകൊണ്ട് തന്നെ അവൻ ആ വീട് വ്യക്തമായി കണ്ടു. വീടിനെ വലയം ചെയ്തു ജ്വലിക്കുന്ന തീക്കുണ്ടങ്ങൾ കണ്ട് അവൻ്റെ പുരികക്കൊടികൾ വിറച്ചുപോയി. അഗ്നിയാളുന്ന മിഴികളോടെ അർജുൻ കാറിൽ ഇരിക്കുന്നവളെ നോക്കും നേരം അവൾ അലക്ഷ്യമായി കാർ പിന്നിലേക്ക് എടുത്തു പോയി നിയന്ത്രണം വിട്ടു ആ കാർ താഴേക്ക് പതിക്കുന്നതും കണ്ടു. അർജുൻ സീറ്റ് ബെൽറ്റ് അഴിച്ച് ഡോർ തുറന്ന് കാറിൽ നിന്നും ചാടി ഇറങ്ങി. "നയന!" തൻ്റെ പ്രിയതമൻ്റെ വിളി അവളുടെ കാതിൽ വന്ന് മുഴങ്ങി. കത്തി താഴേക്ക് വീണുകൊണ്ടിരിക്കുന്ന ഓടുകളും പട്ടികകളും അവളുടെ നെറ്റിയും ദേഹവും മുറിവേൽപ്പിച്ചിരിക്കുന്നു. പൊള്ളലിൻ്റെ നീറ്റൽ വേറെയും. പക്ഷെ അതൊന്നും അവളുടെ ലക്ഷ്യത്തിന് തടസ്സമല്ല. കോശിയെ അവരാ ഭിത്തിയിൽ ചാരിയിരുത്തിയിരുന്നു. പേടിച്ച് വിറച്ച കുഞ്ഞുമോൾ കോശിയുടെ അരികിലിരുന്നു. വീടിൻ്റെ ഓരോ ഭാഗവും ഇടിഞ്ഞു വീഴുമ്പോൾ അവൾ ഉറക്കെ നിലവിളിക്കും. അടുത്തത് അവളുടെ തലയിലേക്ക് വീഴുമെന്ന പേടിയോടെ. വാക്കത്തി കൊണ്ട് നയനയും ത്രേസ്യയും മുൻവശത്തെ വാതിലിൻ്റെ പാതി പൊളിച്ചിരുന്നു. അല്ലേലും ആ വാതിലുകൾക്ക് അത്രയല്ലേ ബലവും കാണൂ. "നയന!"
കേട്ടത് മിഥ്യയല്ല. ശരിക്കും തൻ്റെ അർജുനേട്ടൻ തന്നെ വിളിച്ചിരിക്കുന്നു. വീണ്ടും അവൻ്റെ വിളി കേട്ടപ്പോൾ അവൾ ഓർത്തു. നയനയുടെ കണ്ണുകൾ തിളങ്ങി. അവൾ ആഞ്ഞൊരു ചവിട്ട് വെച്ചപ്പോൾ മുൻവാതിൽ മറിഞ്ഞു വീണതും ഒപ്പം അക്രമകാരികളിൽ ഒരുവൻ പറന്നു വന്ന് അവരുടെ മുൻപിലേക്ക് കമിഴ്ന്നു വീണതും ഒരുമിച്ചായിരുന്നു. അയാളുടെ വീഴ്ചയിൽ പാറിയ പൊടിപടലങ്ങൾ ഒന്നൊതുങ്ങിയതും അവൾ കണ്ടു. ആ വീടിനെ വളഞ്ഞ 6 പേരെയും തല്ലിച്ചതച്ചിട്ടു നിൽക്കുന്ന അർജുനെ. നയന അവിശ്വസനീയമായി മിഴികൾ ചിമ്മി തുറന്നു. തീ ആളിക്കൊണ്ട് തെറിച്ചു വീഴുന്ന വാരികൾക്കും പട്ടികകൾക്കും ഇടയിലൂടെ അർജുൻ നടന്നു വരുന്നത് ശ്വാസം അടക്കിപ്പിടിച്ചാണ് നയന നോക്കിക്കണ്ടത്. ആ വീടിൻ്റെ അകത്തെ ദയനീയ അവസ്ഥയിലേക്ക് മിന്നൽ വേഗത്തിൽ മിഴികൾ പായിക്കുന്നവൻ്റെ കണ്ണിൽ ഭിത്തിയിൽ ചാഞ്ഞു കിടക്കുന്നവനെ കണ്ടു. അർജുനേട്ടാ, എൻ്റെ അപ്പച്ചൻ! നയന നിലവിളിച്ചുകൊണ്ട് കൈകൂപ്പി അവൻ്റെ അരികിലേക്ക് വീണു പോകാനായി. നിറഞ്ഞു വരുന്ന മിഴികളോടെ അർജുന് അവളെ താങ്ങി നിർത്തി നോക്കി. ധരിച്ച ചുരിദാറിൻ്റെ കൈ കത്തി കീറിയിരിക്കുന്നു. നെറ്റിയിലും ചുണ്ടിലും മുറിഞ്ഞ ചോര ഒലിക്കുന്നുണ്ട്. അമ്പരന്ന് നിൽക്കുന്ന ത്രേസ്യയെയും കുഞ്ഞുമോളെയും ഒരു നോക്ക് നോക്കിക്കൊണ്ടവൻ കോശിയെ എടുത്തുയർത്തി താഴെ കിടക്കുന്ന അവൻ്റെ കാറ് ലക്ഷ്യമാക്കി ഓടി. 10 കിലോമീറ്റർ ദൂരെയുള്ള പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്കാണ് കോശിയെ കൊണ്ടുപോയത്. 9 മണിക്കൂർ ഒബ്സർവേഷനിൽ കിടക്കാൻ നിർദ്ദേശവുമുണ്ട്. തലക്കേറ്റ പ്രഹരം മൂലം രക്തം അകത്ത് കട്ട പിടിച്ചിട്ടുണ്ട്. മറ്റു അസുഖങ്ങൾ കൂടിയുള്ള വ്യക്തിയായതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകളും ആരോഗ്യാവസ്ഥയെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. നയനക്ക് നെറ്റിയിലും ചുണ്ടിലും മുറിവും പിന്നെ വലത് തോളിലൊരു പൊള്ളലുണ്ടായിരുന്നു. അതുപോലെ ത്രേസ്യയുടെ കാൽപാദങ്ങൾ മുഴുവനും പൊള്ളിയിരുന്നു. കുഞ്ഞുമോൾക്ക് പരിക്കുകൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നത് ആശ്വാസകരം. അവൾ കോശിക്കരികിൽ മൂലയിൽ ഭിത്തിയോട് ചേർന്ന് ഇരിക്കുകയായിരുന്നല്ലോ. നയനയും ത്രേസ്യയും പുറത്ത് കടക്കാനുള്ള തത്രപ്പാടിലാണ് അപകടങ്ങളേറെ പിണഞ്ഞത്. സമയാസമയം ബില്ലുകൾ അടക്കാനും അവർക്കുള്ള റൂം എടുക്കുന്ന കാര്യങ്ങൾ പൂർത്തിയാക്കാനും അർജുൻ ഓടി നടന്നു. നയനയുടെയും ത്രേസ്യയുടെയും മുറിവുകൾ ക്ലീൻ ചെയ്ത് കെട്ടി റൂമിലേക്ക് മാറ്റി ട്രിപ്പിട്ട് കിടത്തി. അധികാരത്തോടെ കാര്യങ്ങൾ ഓടി നടന്ന് നിർവഹിക്കുന്നവനെ ത്രേസ്യക്കും കുഞ്ഞുമോൾക്കും അങ്ങോട്ട് പിടികിട്ടുന്നില്ല. ആപത്തിൽപ്പെട്ടവരെ രക്ഷിക്കാൻ കർത്താവ് അയച്ച മാലാഖയാണോ എന്നൊരു തോന്നലും അമ്മച്ചിയുടെ മനസ്സിലുണ്ട്. അത്രക്കും തേജസ്സുള്ള മുഖവും ഉറച്ച ദേഹമുള്ള ഒരു പുരുഷൻ. അവനാ മുറിയിലേക്ക് കയറി വന്നത് കട്ടിലിൽ കിടക്കുന്നവളെ നോക്കിക്കൊണ്ടാണ്. ത്രേസ്യ നോക്കുന്നത് പോലെ കുഞ്ഞുമോളും അന്തം വിട്ട് അർജുനെ നോക്കിക്കൊണ്ട് അമ്മച്ചിയുടെ അരികിലിരുന്നു. അർജുൻ്റെ മനസ്സ് അസ്വസ്ഥമാണ്. ബെഡിൽ കണ്ണുകൾ അടച്ച് മയങ്ങുന്നവളെ ചേർത്ത് പിടിക്കാൻ കഴിയാത്തത് കൊണ്ടുണ്ടാകുന്ന അസ്വസ്ഥത, ആ നെറ്റിയിലൊന്ന് മുത്താൻ കഴിയാത്തത് കൊണ്ടുണ്ടായ അസ്വസ്ഥത. നയനയുടെ വലതു തോൾ ഗുരുതരമായി പൊള്ളലേറ്റിട്ടുണ്ട്. അസഹ്യമായ വേദനയിൽ അവൾ പിടഞ്ഞപ്പോൾ സുഖമായി ഒന്ന് മയങ്ങാൻ സെഡക്ഷൻ കൊടുത്തതാണ്. നോവറിയാതെ അവൾ ഉറങ്ങിക്കോട്ടെ. ആ നെറുകയിൽ തലോടി മുറിവേറ്റ നെറ്റിയിൽ മുത്താൻ അവൻ്റെ അധരങ്ങൾ വെമ്പി. അതിനായൊരു നീക്കമെന്നോണം അർജുൻ അവൾക്കരികിലേക്ക് നീങ്ങി. സങ്കടം അടക്കിപ്പിടിച്ചു അർജുൻ അവളെ നോക്കി നിൽക്കുന്നത് കഥയറിയാത്ത 2 കണ്ണുകൾ അവനെ നോക്കിയിരിക്കുന്നുണ്ടെന്ന് ഓർക്കാതെയായിരുന്നു. നയനയുടെ മുറിവേറ്റ ഭാഗത്ത് അവനൊന്ന് സ്പർശിച്ചു. അർജുൻ മുഖമുയർത്തി ത്രേസ്യയെയും കുഞ്ഞുമോളെയും നോക്കി. അമ്മച്ചി, ഇപ്പോൾ വേദനയുണ്ടോ? അർജുൻ പതുക്കെ അവർക്കരികിലേക്ക് ചെന്നു. ത്രേസ്യ മറുപടി പറയാതെ തലയാട്ടി. ആ പ്രതികരണത്തിൽ വേദനയുണ്ടെന്നാണോ ഇല്ലെന്നാണോ അർത്ഥം? അപ്പച്ചനെ ഒന്ന് കാണാൻ കഴിയുമോ? അത് പറയുമ്പോഴേ ത്രേസ്യയുടെ അധരങ്ങൾ വിറച്ചു. അവരാ ബെഡിൽ നിന്നിറങ്ങാൻ ശ്രമിച്ചത് പ്രതീക്ഷിക്കാതെയാണ്. കുഞ്ഞുമോളും അവരുടെ ആ നീക്കം കണ്ട് ഞെട്ടി. അവൾ പിടഞ്ഞെഴുന്നേറ്റു. അർജുൻ അവരുടെ തോളിൽ കൈ അമർത്തി എഴുന്നേൽക്കാൻ സമ്മതിക്കാതെ പിടിച്ചിരുത്തി. ത്രേസ്യ വേദനയോടെ അവരുടെ കാലിലേക്ക് നോക്കി. കാല് മുട്ടുവരെ മുഴുവനായി പ്ലാസ്റ്റർ ഇട്ടിട്ടുണ്ട്. അർജുൻ അവരെ അലിവോടെ നോക്കി അരികിലേക്ക് ചേർന്ന് നിന്നു. അവൻ വീണ്ടും ആ തോളിൽ കൈവച്ചു. ത്രേസ്യ അവൻ്റെ കൈകളിലേക്ക് വിതുമ്പിക്കൊണ്ട് നോക്കി.
കൈ അങ്ങനെ വെച്ചത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ലയോ എന്ന ശങ്കയിൽ അർജുൻ കൈ പിൻവലിച്ചു. അപ്പച്ചനെ കാണണം, നിസ്സഹായതയോടെ ത്രേസ്യ പറഞ്ഞു. അപ്പച്ചനെ ഇപ്പോൾ കാണാൻ കഴിയില്ല. അവൻ കൈകൾ പിറകിലേക്ക് കെട്ടി കുറച്ച് പിറകിലേക്ക് മാറി നിന്നു. അയ്യോ, എന്നാ അച്ചായന്, എന്നെ എനിക്ക് കാണണം. ത്രേസ്യ വിറക്കാൻ തുടങ്ങി. നിലവിളിയോടെ പറഞ്ഞു തുടങ്ങിയതൊടുക്കം കൂട്ടക്കരച്ചിലായി. അമ്മച്ചി, അപ്പച്ചൻ! കുഞ്ഞുമോളും ത്രേസ്യയുടെ നെഞ്ചിലേക്ക് ചാഞ്ഞു. അപ്പച്ചന് കുഴപ്പമൊന്നുമില്ല അമ്മച്ചി. കുറച്ച് സമയം ഒബ്സർവേഷനിൽ കിടത്തണമെന്ന് ഡോക്ടർ പറഞ്ഞു. ആ സമയം തീരും വരെ ആരെയും കാണാൻ അനുവദിക്കില്ലെന്ന. അനുവദിച്ച സമയമായാൽ ഞാൻ തന്നെ അമ്മച്ചിയെ കൊണ്ട് കാണിക്കാം, അവനൊരു ചെറുപുഞ്ചിരിയോടെ പറഞ്ഞു. അവൻ്റെ വാക്കുകൾ അവരുടെ മനസ്സിൽ അല്പമെങ്കിലും ആശ്വാസമേകി. ഈറനണിഞ്ഞ മിഴികൾ, നനഞ്ഞ കവിളുകളും അവർ സാരിത്തുമ്പാൽ ഒപ്പിയെടുത്തു. ത്രേസ്യ അവനെ ഒന്ന് കണ്ണുകൾ തുറന്ന് ശ്രദ്ധിച്ചു നോക്കി. മനസ്സൊന്ന് തണുത്തു. അമ്മച്ചി ഇപ്പോഴാണ് അവനെ ശരിക്കും കാണുന്നത്. കറുത്ത പാൻറ്റും പിങ്ക് ഷർട്ടുമാണ് അവൻ്റെ വസ്ത്രം. മുടി ഒതുക്കി ചീകി വെച്ചിട്ടുണ്ടെങ്കിലും കുറച്ച് മുടിയകളിൽ നെറ്റിയിലേക്ക് വീണ് കിടപ്പുണ്ട്. പരന്ന നെറ്റിത്തടമാണ്. ആത്മവിശ്വാസം പകുത്തു നിൽക്കുന്ന മിഴികൾ. പുഞ്ചിരിച്ച് നിൽക്കുന്നത് കാണാനേ നല്ല ചേല്. അപകടം നടന്ന സമയം ഓടി വന്നവൻ. നയന അർജുനേട്ടാ എന്ന് വിളിച്ചതും ഓർത്തെടുത്തവർ. അമ്മച്ചി, അർജുനെ മൊത്തമായിട്ട് അങ്ങോട്ട് സ്കാനിങ്ങിലാണെന്ന് അവന് മനസ്സിലായി. കൊച്ചനേതാ? മുമ്പൊന്നും കണ്ടിട്ടില്ലല്ലോ? ജിജ്ഞാസയോടെ ത്രേസ്യ ചോദിച്ചു. മറുപടി പറയാതെ അതേ നേർത്ത പുഞ്ചിരിയോടെ അവൻ നിന്ന കൂടെ കുഞ്ഞുമോളോട് കണ്ണിറുക്കി കാണിച്ചു. നയനക്കൊച്ചിൻ്റെ പരിചയത്തിലുള്ള ആളാണോ? ത്രേസ്യ വീണ്ടും ചോദിച്ചു തുടങ്ങി. അതെ അമ്മച്ചി, ഫ്രണ്ടാ. അവളെ കാണാൻ വന്നപ്പോഴേ അപകടം കണ്ടത്. അർജുൻ അവരുടെ അരികിലേക്ക് ചെന്നു. ആരാ ഞങ്ങളോട് ഈ കൊടും ക്രൂരത കാട്ടിയത്? ഞങ്ങളുടെ വീട് പോയില്ലേ? ഇനി ഞങ്ങൾ എങ്ങോട്ട് പോകും? നിറഞ്ഞ കണ്ണുകളിലെ മിഴിനീരിനെ സ്വതന്ത്രമാക്കാൻ അവർ കണ്ണുകൾ ഇറുക്കി അടച്ചു. പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുക്കാം. ഇതിൻ്റെ പിറകിലുള്ളവരെ നമുക്ക് കിട്ടും. ത്രേസ്യയെ ആശ്വസിപ്പിച്ച് പറയുമ്പോൾ അവൻ്റെ മനസ്സിൽ ഈശാനിയുടെ മുഖം തെളിഞ്ഞു വന്നു. ആരെ കിട്ടിയാലും ഞങ്ങളെ വീട് പോയില്ലേ? എൻ്റെ കുഞ്ഞു പണയം വെച്ച ആധാരം വരെ എടുത്തു തന്ന് സംരക്ഷിച്ച വീടാ. ത്രേസ്യ നെഞ്ചിൽ മുറുകെ പിടിച്ചു. അപ്പുറത്തെ കട്ടിലിൽ മയങ്ങുന്നവളെ നോക്കി നെടുവീർപ്പിട്ടു. അമ്മച്ചി സമാധാനമായിരിക്കെ, എല്ലാം ശരിയാക്കാം. ജീവൻ തിരിച്ചു കിട്ടിയില്ലേ? ആർക്കും സാരമായ പരിക്കുകളില്ലാതെ രക്ഷപ്പെട്ടില്ലേ? അതോർത്ത് ആശ്വസിക്കാം. തൊട്ടാൽ ഇഷ്ടപ്പെടില്ലയോ എന്ന ശങ്കയിൽ അർജുൻ അവരെ തൊടാൻ മടിച്ചു നിന്നു. പിന്നെയോ അമ്മച്ചി, പദം പറഞ്ഞ് കരയുന്നു കണ്ടപ്പോൾ സഹിക്കാൻ കഴിയാതെ അവൻ അവരുടെ തോളിൽ കൈവച്ചതും ത്രേസ്യ ആ കൈകൾ പിടിച്ചെടുത്തു കരഞ്ഞു. അമ്മച്ചി, നയന ഉണരുമ്പോഴേക്കും ഞാൻ കഴിക്കാൻ എന്തെങ്കിലും വാങ്ങിക്കൊണ്ടുവരാം. വാ കുഞ്ഞുമോളെ. അർജുൻ കൈ നീട്ടി വിളിച്ചപ്പോൾ അവൾ അമ്മച്ചിയുടെ പിറകിലേക്ക് ഒളിച്ചു. അവൾക്ക് വിശപ്പുണ്ടാകില്ല. ഞങ്ങൾക്കൊന്നും വേണ്ട കൊച്ചനെ. കൊച്ചൻ പോയിക്കോ. ഞങ്ങൾക്ക് സഹായത്തിന് അവർ ആരെങ്കിലും വന്നോളും. ത്രേസ്യ മൂക്ക് വലിച്ചു അടഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു. വന്നില്ല, അപ്പോഴേക്കും അമ്മച്ചി എന്നെ പറഞ്ഞു വിടുകയാണോ? അവൻ്റെ മുഖം വിവർണമായി. ഞാൻ കൊച്ചന് ബുദ്ധിമുട്ടാവണ്ടെന്ന് കരുതി പറഞ്ഞതാ. ത്രേസ്യക്ക് വല്ലാത്ത ദുഃഖം തോന്നി. അവർ കുഞ്ഞുമോളുടെ മുഖത്തേക്ക് നോക്കി. ആ മുഖം കണ്ടാലറിയാം വിശക്കുന്നുണ്ടെന്ന്. പക്ഷേ അതെങ്ങനെ സ്വപ്നത്തിലെന്ന പോലെ വന്ന കൊച്ചനോട് പറയും? അമ്മച്ചി അങ്ങനെയൊക്കെ പറയും. കുഞ്ഞുമോൾ വാ, ഐസ്ക്രീമും ചോക്ലേറ്റും വാങ്ങിച്ചു തരാം. അത് കേട്ടതും ആ മുഖത്ത് തെളിച്ചം വന്നു. പക്ഷേ പെട്ടെന്ന് അങ്ങോട്ട് മങ്ങി. എൻ്റെ കൂടെ വന്നില്ലെങ്കിൽ ചേച്ചി ഉണർന്നാൽ ഞാൻ പറഞ്ഞു കൊടുക്കും. വേഗം വാ, എനിക്കും വിശക്കുന്നു. അർജുൻ വയറുഴിഞ്ഞു. കുഞ്ഞുമോൾ ആശയക്കുഴപ്പത്തോടെ അമ്മച്ചിയെ നോക്കി. ത്രേസ്യ കണ്ണ് ചിമ്മി തുറന്ന് സമ്മതം മൂളി. ധൃതിയിലുള്ള നടത്തത്തിന് വിരാമമിട്ട് അർജുൻ ഒന്ന് തിരിഞ്ഞു നോക്കി. ഏറെ പിന്നിലായി ഭയന്ന് വിറച്ചു വരുന്നവളെ കണ്ടതും അവൻ നെറ്റി ചുളിച്ചു. അവൻ്റെ നോട്ടം കണ്ടതും കുഞ്ഞുമോൾ അവിടെ തന്നെ നിന്നു. അർജുൻ എളിയിൽ കൈകൾ ഊന്നി കുഞ്ഞുമോളുടെ നിൽപ്പും ഭാവവും ശ്രദ്ധിച്ചു. അവൻ കൈമാടി വിളിച്ചപ്പോൾ അല്പം കൂടി മുന്നോട്ട് വന്ന അവൾ സംശയിച്ചു നിന്നു. എളിയിൽ കൈകുത്തി നിൽക്കുന്ന അർജുനെ കണ്ട് വിരലുകൾ പരസ്പരം കോർത്തു പിടിച്ച അവൾ പതിയെ മിഴികൾ ഉയർത്തി നോക്കി. ആ കുഞ്ഞു മുഖത്ത് തെളിഞ്ഞ നിഷ്കളങ്കത അർജുൻ്റെ മനസ്സിനെ തകർത്തു. കുഞ്ഞുമോൾക്ക് ഏട്ടനെ പേടിയാണോ? അവൻ പതിയെ അവളെ തൻ്റെ തോളോട് ചേർത്തു. കുഞ്ഞുമോൾ ചുമൽ കൂച്ചിക്കൊണ്ട് തല വെട്ടിച്ചു. എന്നാ വാ.
അവളുടെ കൈത്തണ്ടയിൽ മുറുകെ പിടിച്ച അർജുൻ മുന്നോട്ട് നടന്നു. തുടരും. അപ്പോൾ ഇനി കുഞ്ഞുമോളെ ഒക്കെ കയ്യിലെടുക്കട്ടെ. അർജുൻ ഇനി ഒരുപാട് ഡ്യൂട്ടിയൊക്കെ ഉള്ളതാണ്. അപ്പോൾ അടുത്ത ഭാഗവുമായി അടുത്ത ദിവസം കാണാം. താങ്ക് യു.